സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപരിചിതയായ ആളാണ് ഗ്ലാമി ഗംഗ. ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ ഗംഗയുടെ വിവാഹം അടുത്തിടെയായിരുന്നു കഴിഞ്ഞത്. അപ്പു എന്ന് വിളിക്കുന്ന വിഷ്ണുവാണ് ഗംഗയുടെ ഭർത്താവ്. വളരെ ലളിതമായ വിവാഹമായിരുന്നു ഇവരുടേത്. സ്വർണമൊന്നും തന്നെ ഗംഗ വിവാഹത്തിന് ധരിച്ചിരുന്നുമില്ല. ഇത് ഏറെ പ്രശംസയ്ക്കും കാരണമായി. ഇപ്പോഴത്തെ വിവാഹത്തിന് സ്വർണം വേണ്ടെന്നത് 18 വയസ്സിൽ താനെടുത്ത തീരുമാനമാണെന്ന് പറയുകയാണ് ഗംഗ. അതിന് കാരണവും ഗംഗ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം വേണ്ട എന്നത് ഞാനെടുത്ത തീരുമാനമാണ്. ഇപ്പോഴെടുത്ത തീരുമാനമല്ല അത്. 18-ാമത്തെ വയസ്സിലായിരുന്നു ആ തീരുമാനം. 17-ാമത്തെ വയസ്സിൽ എനിക്കൊരു കല്യാണാലോചന വന്നിരുന്നു. 30 വയസ്സുള്ളൊരു അങ്കിൾ. പുള്ളിക്ക് പൊന്മുടി ഭാഗത്ത് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധുവാണ് ആ ആലോചന കൊണ്ടുവന്നത്. ഇഷ്ടം പോലെ വസ്തുവുണ്ട്. നിനക്കിനി എന്ത് വേണമെന്നൊക്കെ അവർ പറഞ്ഞു. അന്നത് പറഞ്ഞപ്പോൾ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് കൊള്ളാം, എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. 10 പവനെങ്കിലും ഇട്ട് അയക്കണ്ടേയെന്ന് അമ്മ അടക്കമുള്ളവർക്ക് ടെൻഷനായി. ഞാൻ പറഞ്ഞു സ്വർണം വേണ്ട. അന്നേ ഞാൻ തീരുമാനിച്ച കാര്യമാണത്. എന്റെ എക്സ് എന്നോട് പറഞ്ഞു കല്യാണത്തിന് സ്വർണം വേണമെന്ന്. ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. പറ്റില്ല, നടക്കില്ലെന്ന് ഞാനും പറഞ്ഞു. ഓക്കെ, സ്വർണം വേണ്ട, പക്ഷെ നീ എനിക്ക് BMW അല്ലെങ്കിൽ ഓഡി കാർ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. ഇതിനു പിന്നിലെ ചേതോവികാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ വീട്ടുകാരെ വിചാരിക്കും എന്റെ മകന് ഒന്നും കിട്ടിയില്ലെന്ന് എന്നും ഗംഗയോട് എക്സ് ലവർ പറഞ്ഞതായി പറയുന്നു. കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ആഭരണം വെച്ചിട്ടാണ് ആ പെണ്ണിന്റെ ത്രാസ് ആളുകൾ അളക്കുന്നത്, അല്ലാതെ സ്വഭാവമോ ക്വാളിറ്റിയോ ഒന്നുമല്ല. 3 വർഷമാകുന്നതേയുള്ളൂ ഇതൊക്കെ നടന്നിട്ട്. ഞാൻ പറഞ്ഞു നടക്കില്ല, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. എന്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവമുണ്ട്. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് 25 ലക്ഷം രൂപ ലോണെടുത്ത് മകളെ കെട്ടിച്ചയച്ചു. അവര് ജീവിക്കുന്നു. പക്ഷെ അച്ഛനും അമ്മയും ആയുസ് മുഴുവൻ 25 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഗദ്ദാഫിയുമായി നടന്ന പോഡ്കാസ്റ്റിലായിരുന്നു ഗംഗയുടെ തുറന്നുപറച്ചിൽ. നിരവധി പേർ ഗംഗയെ അനുകൂലിച്ചെത്തി.